Or what mountain? Aragat. yeah. A little bit up, Okay. and then to the left. To the left. From Letter Park, but there is a snow. Okay. Almost no one go in this season. നല്ല ശബ്ദം അടിപൊളിയായിട്ടുണ്ടല്ലേ. ഖനിത്തൊഴിലാളി. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഡേ 3 ആണ്. ഡേ 3 അർമേനിയയിലാണ് നമ്മളുള്ളത്. ഇന്ന് റൂമിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഓൺ ദ വേ ടു സൈറ്റ് സീയിങ് ആണ്. ഇന്ന് നമ്മളിവിടെ 4 സൈറ്റ് സീയിങ് ആണ് കാണുന്നത്. ഒന്ന് മൊണാസ്ട്രി കാണും. ഇത് നമ്മൾ അവിടുന്ന് അർമേനിയൻ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. പിന്നെ ഒരു ഹിൽ ഏരിയ ആണ് ഉള്ളത്, മൗണ്ടെയിന്, മൗണ്ട് അറാഗട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് പിന്നെ ആംഫ്രഡ് ഫോർട്ട്നസ്. ഈ മൗണ്ട് അറാഗട്ടും ഫോർട്ട്നസും ഒരേ പ്ലേസിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ 4 സൈറ്റ് സീയിങ് ഇന്നത്തെ അർമേനിയയിലെ ടൂറിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജോർജിയയിലേക്ക് പോകും. അർമേനിയ എക്സിറ്റ് ആയിട്ട് ജോർജിയയിൽ വീണ്ടും റീ എൻട്രി ചെയ്യും. പിന്നെ നാളെ മുതൽ ജോർജിയയിലുള്ള വിശേഷങ്ങളായിരിക്കും. അപ്പം നമുക്കിന്ന് ഓരോ സ്ഥലങ്ങളും പോയിട്ട് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ പതിവ് പോലെ തന്നെ ഇന്നും ഹോട്ടലിൽ നിന്ന് ലേറ്റായി. ഞങ്ങൾ ഡ്രൈവർ അങ്കിൾ വന്നിട്ട് പുറത്ത് കാത്ത് വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റിയില്ല. നമ്മളെ ഹോട്ടലിന് അറൗണ്ട് ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവാണ് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ സഹ്മോസവാഗ് മൊണാസ്ട്രിയിലേക്കുള്ളത്. ഇനിയിപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ ഫസ്റ്റ് അട്രാക്ഷനിൽ എത്തിയിട്ടുള്ളത് ഡേ 3 മൗണ്ട് എറാട്ട്. ഇതാണ് അർമേനിയയിലെ ഏറ്റവും വലിയ മൗണ്ട്. ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുള്ള. ഇന്നലെ സ്നോഫോൾ ഉള്ളതുകൊണ്ടായിരിക്കും. അതിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്. ചർച്ചിൻ്റെ പേരെന്താ? സുവാനിസ്റ്റിക് മൊണാസ്ട്രി എന്നോ അങ്ങനെ എന്തോ ആണ്. പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല എനിക്ക്. സെറ്റ് സ്ഥലം കേട്ടോ. മോർണിംഗിൽ വലിയ തണുപ്പില്ല. നമ്മളിന്നലെ ജോർജിയയിൽ ചെയ്യുമ്പോൾ നല്ല തണുപ്പില്ലേന്നോ. ഇവിടെ രാവിലെ വലിയ തണുപ്പില്ല. ഇനി ഉച്ചയാകുമ്പോൾ എങ്ങനെയാണെന്ന് വരച്ചാൽ എനിക്കറിയാം തണുപ്പിൻ്റെ കാര്യം. എവിടെ പോയാലും ഒരു കിളികളെ ഒച്ചയെല്ലാം ഉണ്ടാവല്ലോ. ഇങ്ങനത്തെ മരമുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അവിടെ മറ്റേ ഒരു റിസോർട്ട് മാത്രമുണ്ട്. വിൻമൗണ്ട് റിസോർട്ടാണ് തോന്നുന്നത്. ഒറ്റയൊന്ന് മാത്രം. മോനെ എന്ത് വലിയ കൊക്കിയോ. താഴത്ത് വെള്ളം ഒഴുകുന്നുണ്ട്. അരുവിയുണ്ട് സൈഡിൽ. മൗണ്ടൈൻ്റെ അടുത്തടുത്ത് വരുമ്പോൾ കുറച്ച് തണുപ്പ് വരുന്നുണ്ട്. നല്ല സെറ്റ് സ്ഥലമല്ലേ. ആ രസം. താഴത്തെ ചെറിയ അരുവി, കിളികളെ ശബ്ദം അടിപൊളിയായിട്ടുണ്ടല്ലേ. ആ അരുവിൻ്റെ സൗണ്ട് ഇങ്ങനത്തോളം കേൾക്കുന്നുണ്ട്. അവിടെ വാട്ടർഫോൾസ് കൊണ്ട് തോന്നുന്നു ആ സൈഡിലെങ്ങാനും. ഇരിക്കുന്ന സെറ്റപ്പ് റെസ്റ്റോറൻ്റ്. അത് എന്തോ സംഭവം. അതിലൂടെ എങ്ങാനോ പോകണ്ടേ തോന്നുന്നു. കണ്ട വയസ്സാം കാലത്ത് ഉല്ലസിക്കാൻ വന്നത് ഒരമ്മ, ഒരു ഭർത്താവ്, 3 മക്കൾ. ഭാര്യ, ഭർത്താവ്, 4 മക്കൾ. കുടുകുടു പോലത്തെ 4 മക്കൾ. അവർ യൂറോപ്യൻസ് കൂടുതലും വയസ്സാം കാലത്തൊക്കെ ഉണ്ടാകും പോക്ക് തോന്നുന്നു. എല്ലാവരും നല്ല രസമല്ലേ.
പക്ഷെ അവർക്ക് ഏജ് ഉണ്ട്, കുഞ്ഞു പിള്ളേർ. എക്സ്ക്യൂസ് മീ, 1 second, ക്യാൻ യു ടെൽ ദ നെയിം? What? Monas. Sarmosa Vank. Sahmo-Samak. Sarmosa Vank. Okay, monastery. Yes. Sahmos Monastery. Sahmos monastery. Sahmos is a psalm. Psalm. Salm. In Bible, psalm. Okay. What are the peculiarities of this monastery? What? Peculiarities of this monastery Peculate. means very big highlights like that. Peculiarities. Specular. Ah. Do you know anything about this monastery? No. About history and all? No. Nothing. No. Thank. I'm a mountain guide. I'm not a cultural guide. Okay, mountain guide. And Yes. To that mountain, this is the same route? Or What mountain? Aragat. yeah. A little bit up, Okay. and then to the left. To the left. From Letter Park, but there is a snow. Okay. Almost no one go in this season. Okay. Thank you, brother. Thanks so much. പെക്കുലാരിറ്റിയോ ആൾക്ക് എന്താ പെക്കോ എന്ന് പറഞ്ഞാൽ അയാളില്ലേ മൗണ്ടെയിൻ ഗൈഡ് ആവുമല്ലോ, മൗണ്ടെയിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾ. മൊണാസ്ട്രീനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ചമ്മിപ്പോയി. എന്തോ എനിക്ക് മനസ്സിലായി, എന്തോ ബൈബിളിൽ എന്തോ അതിന് പേര് പറയുമ്പോലോ, എന്നാൽ സാമോസോ അങ്ങനെ എന്തോ എനിക്കറിയില്ല. ഇവരെ വേർഡിങ്ങേ മാറ്റാം. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അല്ലേ ഇവർ പറയുന്നത്, എന്നാൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് തൊട്ട് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന തൊട്ട് നമുക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ അവസ്ഥയുള്ളത്. ഇത് നമ്മൾ ഡ്രൈവർ കുഞ്ഞപ്പൂ അല്ലേ? ഇത് നമ്മൾ ഡ്രൈവർ അങ്കിളല്ലേ? അത് കുഞ്ഞപ്പൂ, ജിങ്കു പാപ്പ, ഡ്രൈവർ ജിങ്കു പാപ്പ. പക്ഷെ എനിക്ക് ഈ മര ഇവിടെ വന്നിട്ട് ഇഷ്ടമായ ഒരു സാധനം ഈ മര. ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല മൊഞ്ചില്ല കാണാൻ. പക്ഷെ ഇത് 2 തരം കളറുണ്ട്. ഇത് വൈറ്റാണ്, വേറൊരു ലാവൻഡർ കളർ പോലത്തെ ഒന്നുണ്ട്. ടൗണിലെല്ലാം കണ്ടിന് വൈറ്റ് ലാവൻഡർ എന്ന് പറഞ്ഞിട്ട് പിടിപ്പിച്ച് വെച്ചത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ വണ്ണം വെക്കുമായിരിക്കും. അതുപോലെ നമ്മൾ ഇന്നലെ നൈറ്റ് നടക്കാൻ പോയപ്പോൾ ഒരമ്മമ്മൻ്റെ കയ്യിൽ ഈ കിരീടം പോലത്തെ സാധനമില്ലേ, ഇവർ ഈ മൊണാസ്ട്രി പോകുന്ന ആൾ ഇത് വെച്ചിട്ടാണ് ഒന്നും പോകാൻ. നോക്ക്, ആ കിരീടം അങ്ങോട്ടെടുക്ക്, അതാ കിരീടം. ഇത് ചപ്പ് വെച്ചിട്ടെങ്ങാനും ഉണ്ടാക്കുന്നതാണെന്നു. നമ്മളങ്ങനെ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അർമേനിയൻ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ പ്ലേസിലാണ് എത്തിയത്. ഇവിടെ അർമേനിയൻ ആൽഫബറ്റ്സ് എന്ന് പറയാൻ കാരണം ഇവിടെയുള്ള ഓരോ സിമ്പിൾസും ആൽഫബറ്റിക് സിമ്പിൾസാണുള്ളത്. ഈ നമ്മുടെ സ്നോയി ടൈമൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു 4 ഡെസ്റ്റിനേഷൻ, നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന 4 ഡെസ്റ്റിനേഷനിലാണ് മെയിനായിട്ട് സ്നോഫോൾസ് ഉണ്ടാവാനെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ഇതൊരു മൗണ്ടെയിൻ ഏരിയ ആണ് കേട്ടോ. ഇത് അടുത്ത സ്പോട്ട് അർമേനിയൻ ആൽഫബറ്റ് ആണോ ലെറ്റർ ആണോ അല്ല, ഇത് ആൽഫബറ്റ് ആണോ ന്യൂമറിക് ആണോ എന്ന് വന്നിട്ട് നോക്കേണ്ടി വരും. ഇവരെന്തിനാ ഇതിന് ആൽഫബറ്റ് എന്ന് പേരിട്ടത്? ആകെ 2 ലെറ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്പേഴ്സാണ്. 5 കുറേ അർമേനിയൻ ലാംഗ്വേജിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഡോളറെല്ലാം ഉണ്ടല്ലോ. എന്താ ഇത്? യു ഉണ്ട്, നമ്പർ 5 ഉണ്ട്, പിന്നെ ഡോളർ ഉണ്ട്, 0, നമ്പർ 3. കൂടുതൽ നമ്പേഴ്സ് അല്ലേ ഉള്ളത്? ചാളി ഉണ്ടല്ലോ. എന്നെ കണ്ട ഈ രാജ്യത്ത് വരുന്നതുകൊണ്ട് പള്ളിയിൽ അച്ഛൻ്റെ ഡ്രസ്സ് വെച്ചാണ് ഞാൻ വന്നത്. ശരിക്കും ഇവിടെയാ സ്നോഫോൾ പ്രതീക്ഷിച്ച്. ഗൈഡും പറഞ്ഞത് ഇവിടെയാ സ്നോഫോൾ ഉണ്ടാവാനെന്ന്, അല്ലെങ്കിൽ സ്നോ എങ്കിലും ഉണ്ടാവാനെന്ന്. ഇവിടെ കംപ്ലീറ്റ് ചളിയാണ് ഉള്ളത്. വിചാരിക്കാത്ത സ്ഥലത്ത് ഇന്നലെ കിട്ടി, വിചാരിച്ച സ്ഥലത്ത് കിട്ടിയില്ല. ഇതെല്ലാം എന്ന് വെച്ചാൽ ഇവരെ ഹിസ്റ്ററിയാണ്. നമ്മൾ ഇന്ന് വന്ന ഫസ്റ്റത്തെ സ്പോട്ടും സെക്കൻഡ് ഈ സ്പോട്ടും അർമേനിയൻ ആൽഫബറ്റ്സ്. കാല് കൊയിഞ്ഞു പോകുന്നുണ്ട്, നോക്കണം. ആ
സൂം ചെയ്ത് എൻ്റെ ഷൂ കാണിച്ചു കൊടുത്ത ഇതല്ലേ എനിക്ക് കാറിൽ കേട്ടേണ്ട പഠിച്ചോനെ. അത് ഇന്നലെ രാത്രി മഴ പെയ്തില്ലേ, അങ്ങനെ ചളിയായതാ തോന്നുന്നു. നാറ്റ് ഷൂ ഇങ്ങനെ തന്നെയാ. ഇതിങ്ങനെ ഞാൻ വൃത്തിയാക്കി ഇപ്പം ഇതിനാ ഖനിത്തൊഴിലാളി. എൻ്റെ ഷൂ അലാക്കിൻ്റെ അവലും കഞ്ഞിയായി. അങ്ങനെ നമ്മൾ ഈ വൃത്തികേടായ ഷൂവിനെ വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അടുത്തൊരു തോടുണ്ടായിരുന്നു. അങ്ങനെ ആ തോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഷൂ വെച്ച് നോക്കി ആ വെള്ളത്തിൽ ക്ലീൻ ആവുമോ നോക്കാൻ. കുറേ ടൈം വെച്ചിട്ട് അത് ക്ലീൻ ആവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് മാത്രം പോകാമെന്നല്ലാണ്ട് ലാസ്റ്റ് നമ്മളൊരു കൊള്ളി എടുത്ത് ആ കൊള്ളി വെച്ചും കുറേ ടൈം ട്രൈ ചെയ്ത് നോക്കി, കല്ലിൽ ഉരച്ച് നോക്കി, ഇതൊന്നും ക്ലീൻ ആവുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ഡ്രൈവർ അങ്കിള് വന്നിട്ട് ഡ്രൈവർ അങ്കിള് നമുക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നു. അതായത് ആളുടെ ഐഡിയ ഉപയോഗിച്ച് നമ്മളോട് പറഞ്ഞു, ഈ സ്നോഫോൾസ് ആ ഐസിൻ്റെ കട്ട ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ മേലേൽ ഷൂ വെച്ചിട്ട് ഉരച്ച് നോക്കിയാൽ മതി, അപ്പം ക്ലീൻ ആയിക്കോളും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അത് ഉരച്ച് നോക്കി. കുറേ ചളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് മാത്രമേ നമുക്ക് ആ സ്നോവിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നലെ വീണത് ഏതോ ഒരു കാറുമെന്ന് എടുത്ത് കൊണ്ടു തന്നതാണ് ആള്. ഓക്കെ, പക്ഷെ ആളുടെ ഐഡിയ സൂപ്പറായിരുന്നു. കുറേ ഭാഗം നമ്മളത് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ആളുടെ വണ്ടിയിലൊരു സ്പോഞ്ച് ഉണ്ടായിട്ട് ആ സ്പോഞ്ചും വെച്ച് ട്രൈ ചെയ്ത് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മുടെ മൗണ്ട് അറാഗട്ട്. നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഈ പോകുന്ന വ്യൂ ഫുള്ളും ആ ഒരു മലൻ്റെ മേലെ കാണുന്ന വ്യൂ ആണ് കേട്ടോ. മലഭൂമി കർഷക ഭൂമിയാക്കി മാറ്റാനുള്ള പദ്ധതി തോന്നുന്നു. ഫുള്ള് വടി കുത്തി വെച്ചിന്. എന്തിനാണെന്നറിയില്ല, കൃഷിക്കാരിക്കും മേ ബി, അറിയില്ല. ഇവിടുത്തെ നാട്ടുകാരോടൊന്നും ചോദിക്കണം എന്തിനു വേണോ എന്ന്. ഇത് ഭയങ്കര മോശം റോഡാണ്. ഇന്നലെ മഴ പെയ്തത് കൊണ്ടാണ് റോഡ് ഇങ്ങനെ അവസ്ഥയായത്. പിന്നെ വണ്ടിയിൽ എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത്. എഴഞ്ഞെഴഞ്ഞ് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഇന്ന് തിരിച്ച് നമുക്ക് പോകുകയും വേണം. ഇതിലൂടെ ഒരാൾ പറന്നു പോകുന്നുണ്ട്. ഇതാണ് ചളി. വണ്ടി ഓടുമ്പോൾ ചളി പറന്നു പോവുക ചെയ്യുന്നത്. ക്ലിയർ ഉണ്ടോയെന്നറിയില്ല വീഡിയോയിൽ, പക്ഷെ ആരെല്ലാം പറന്നു പോകുന്നുണ്ട്. രണ്ട് സൈഡിലും നിറച്ചും മഞ്ഞ് വീണിട്ട് നടുക്ക് റോഡ്. നല്ല വ്യൂ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ. ഈ മരത്തുമ്മലെല്ലാം ഫ്ലവറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും. മഴയും പെയ്യുന്നുണ്ടല്ലോ ആരും ഇന്നലെ തന്നെ പോലെ. ഹായ്, പിള്ളേരെല്ലാം കളിക്കുന്ന നോക്കി. ദൂരത്ത് വെറും ഫോഗ് മാത്രം. മലൻ്റെ അടുത്തടുത്ത് എത്താനായിട്ടുണ്ട്. അടുത്തടുത്ത് എത്തുമ്പോഴേക്ക് എന്താ മഞ്ഞ്, കുറേ മഞ്ഞുണ്ട്. ഇത് കളിക്കാം. സൂപ്പർ. സ്നോ ഉണ്ട് കേട്ടാ. താഴത്ത് മഴയും മേലയിൽ സ്നോഫോൾസും ആണുള്ളത്. അതുപോലെ അയ്യോ മഞ്ഞളുള്ളിൽ വീണ. ജിങ്കു കാക്കയും വീഡിയോ എടുക്കുന്നുണ്ട്. ജിങ്കു കാക്ക ഇത് ആദ്യമായിട്ട് വരുന്നത്. അങ്ങ് വരെ റോഡുണ്ട്. ഇതിൻ്റെ നടുക്കില്ലേ വെള്ളം അങ്ങാനുള്ളത് തോന്നുന്നു. അത് ഫ്രീസായിട്ടാണ്. അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സ്നോഫോൾസ് കൂടാൻ തുടങ്ങി.
ടൈം ആടില്ല വഴികളിലൂടെ പോയി ലാസ്റ്റ് ഒരു കടയെങ്കിലും കണ്ട് ചായക്കടയായ മതിയായിരുന്നു. ഒന്നും ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണല്ലോ, എല്ലാം ക്ലോസ്ഡ്. പക്ഷെ ഫൈനലി നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. മൗണ്ട് അറാഡ്ഗട്ട്, അങ്ങനെ അങ്ങാനാണ് പ്രൊണൗൺസിയേഷൻ, എനിക്ക് അറിയില്ല കറക്റ്റ്. എത്തിയിരിക്കുന്നുണ്ട് നമ്മൾ. ആഹാ, നേരത്തെ ചളിയിലായി എവിടെ സെറ്റ്. നല്ലത്. എൻ്റെ സന്തോഷം കണ്ടിട്ട് നായ്ക്കൾക്ക് പോലും പിടിക്കുന്നില്ല. എന്ത് രസം. അയ്യോ, നേരത്തെ കംപ്ലീറ്റ് ഷൂല് ചളി, ഇപ്പം കംപ്ലീറ്റ് മണ്ണ്. അല്ല മഞ്ഞ്, മണ്ണ് എന്നാ പറയുന്നത്. മണ്ണെല്ലാം അടുത്തുനിന്ന് വന്നിട്ട് മണ്ണ് എന്നാ പറയുന്നത്. എന്താ രസം. മേലെ കയറുന്നതിന് ഫോഴ്സില സ്നോ വരുന്ന മുഖത്തടിക്കാൻ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്? ഐസായതാണോ? ഇല്ല, അത് വെള്ളം പോലെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലേ, കൈനേക്കാളും കാലം മരവിച്ചു പോയത്. Please, English. അങ്ങനെ നമ്മൾ മഞ്ഞെന്നൊക്കെ കളിച്ച് കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി. ആ തണുപ്പുള്ള സ്ഥലത്ത് ഇതൊന്ന് കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യമാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ച് ആളുമായിട്ടൊന്ന് കിസ്സിയൊക്കെ പറഞ്ഞ് നമ്മളിതാ പോകുന്ന പോക്ക് കണ്ട എൻ്റെ പഠിച്ചോനെ എന്ത് രസമുള്ള സ്ഥലം. മാഷാഅല്ലാ, അടിപൊളി സ്ഥലം. കണ്ടിച്ചെന്നെ ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും തിരിയുന്നില്ല. കാരണം അത്രയും രസമുണ്ടായിരുന്നു ആ സ്ഥലം. നല്ല തണുപ്പും. എനിക്ക് ആ സമയത്ത് എന്താ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ആ വണ്ടിയൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ ഞങ്ങള്. ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ നല്ല പ്രിക്കോഷൻസ് എടുത്തിട്ട് പോകണം. കുറേ ഷോക്സും ഗ്ലൗസും എല്ലാം. ഞാൻ 2 ഷോക്സും
ഇതൊക്കെ ഇട്ടിട്ട് എൻ്റെ കാലിൻ്റെ വിരലിന് ഭയങ്കര ഇതുപോലെ, പക്ഷെ കൈക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാല് ഭയങ്കരമായിട്ട് എൻ്റെ തണുത്തിന് മറ്റേ നമ്മൾ തടിച്ച വിരലില്ലേ, എന്താ ചുണ്ട വിരലോ, ആ വിരൽ കാലിൻ്റെ സ്റ്റിഫായിട്ട് വെക്കുക ചെയ്യുന്നു. ഇപ്പം ഞാൻ ചൂടാക്കിക്കൊണ്ട് വെക്കാമെന്ന്. നമ്മളിപ്പോൾ കാറിൽ ഹീറ്റർ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ചൂടായിട്ട് ഇപ്പം കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്നപ്പം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ പ്ലേസിൽ പോകുമ്പോൾ എന്തായാലും കുറേ പ്രിക്കോഷൻസ് എടുക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത്ര മഞ്ഞൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇവിടെ മഴൻ്റെ ടൈമാണ് ഇപ്പം, ഏപ്രിൽ മഴയാണ്. താഴോട്ടേക്ക് പോകുമ്പോൾ മഴയാണ്, പക്ഷെ മലേൻ്റെ മേലോട്ടൊക്കെ എല്ലാം വരുമ്പോൾ ഫുള്ള് മഞ്ഞ് മൂടിക്കിടന്നിട്ട് നല്ല സ്നോഫോൾസും ഉണ്ട്. അത് ഒരു 5 മിനിറ്റ് എന്നൊന്നുമില്ല, 2-3 മിനിറ്റിനകം ഇത് ഹെവി ആവുന്നു, പിന്നെ സ്ലോ ആവുന്നു, അങ്ങനെയുള്ള രീതിയിലാണ് ഉള്ളത്.
നമ്മൾ ജോർജിയയിൽ നിന്ന് അർമേനിയയിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ കുറേ ചെമ്മരിയാടിനെ കണ്ടേ. ചെമ്മരിയാടെന്നല്ലേ ഇതിൻ്റെ പേര്? ഷീപ്പ്. പക്ഷെ ഇപ്പം നമ്മൾ ആ മൗണ്ടെയിന് കഴിഞ്ഞ് ഇവിടെ കുറച്ചൊന്ന് വെയിൽ വരുന്ന സമയത്ത് ഇതിനെല്ലാം പുറത്തിറക്കിയതാ തോന്നുന്നു. ഇത് എത്ര എണ്ണമുള്ളത്? പക്ഷെ ഇവരെ കുളിപ്പിക്കലൊന്നുമില്ല തോന്നുന്നു അല്ലേ? ഇവരെ കുളിപ്പിക്കലൊന്നുമില്ല, ഒരു വൃത്തിയും മനാരൊന്നുമില്ല. വാ, ആടെ ഹോസും ഉണ്ട്, പുറത്ത് കയറ്റി ഇരുത്തോന്ന് ചോദിക്കാലോ. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അർമേനിയൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അവിടെ കയറിയിട്ടുണ്ട്. ഇതാ ഫുഡ് എന്ന് കേട്ടപ്പോൾ ഒരാളിതാ മുന്നിൽ തന്നെ ഓടിപ്പോന്ന്, ഞാൻ ബാക്കിൽ പാവം വീഡിയോ എടുത്ത് പോന്ന്. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയ പാട് കണ്ടതെന്നറിയോ, 3-4 ഗുഹകളാണ്. അതും വലിയൊരു ബ്രെഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗുഹയിൽ നിന്നാണ് ഈ ഒരു അടിപൊളി ബ്രെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ വരുന്നത്, അതെന്താന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം അത്രയും വലിയ ദോശയോ ചപ്പാത്തിയോ എന്താ സാധനം എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അതൊരു നല്ലൊരു റുമാലി റൊട്ടി പോലത്തെ ഒരു സാധനമാണ് കാണുന്നത്. ഇവരെ നാട്ടിൽ ഇവർ ഇതിനെന്ത് പേര് പറയുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ, കുറേ ബേക്കറി ഐറ്റംസ്. ഞാൻ എന്തോ നാട്ടിൽ നമ്മൾ എന്താ പറയുക MRIയിലെല്ലാം പോയ പോലെ എനിക്കൊരു ഫീലായിന്. കാരണം അത്രയും സാധനങ്ങളുണ്ട്. ഒന്നിൻ്റെ പേരൊരു വൃത്തിയോ ഇതും ഇല്ലാത്തൊരു പേരാണ്, പക്ഷേ കാണാൻ നല്ല മൊഞ്ചുണ്ട്. ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സാലഡ്, പിന്നെ വെറൈറ്റീസ് ഓഫ് റൈസ്, സാലഡിൻ്റെ പല വെറൈറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ പോർക്കാണ്. പോർക്ക് വെച്ചിട്ടാണ് എല്ലാ സാധനം, കട്ട്ലേറ്റ് വരെ പോർക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന ഐറ്റംസ് ചിക്കന്, റൈസ് അങ്ങനത്തെ എല്ലാം നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ ചിക്കനെല്ലാം ഉണ്ട്, പക്ഷെ കാണുമ്പോൾ ഒരു കഴിക്കാൻ തോന്നാൻ പറ്റാത്ത ചിക്കന്, പിന്നെ സോസേജ്, പിന്നെ അവക്കാഡോൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്ന പൊട്ടറ്റോ ഐറ്റംസ് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ വെറൈറ്റീസ് ഓഫ് പിസ്സ, ഇതെവിടെ കണ്ടാലും ഞാൻ വാങ്ങും. പക്ഷേ പിസ്സയിലും അവർക്ക് പോർക്കുണ്ട്, അതാണ് വേറൊരു സംഭവം. പിന്നെ മാർഗരിറ്റ പിസ്സ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഞാൻ ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. ഈ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയത്. ഇതാണ് ഞാൻ പറഞ്ഞ പൊട്ടറ്റോ ഐറ്റംസ്. പിന്നെ ഒരു നൂഡിൽസ്, കട്ട്ലേറ്റ്, അത് ചിക്കൻ്റെ കട്ട്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ റൈസ്, കോംപ്ലിമെൻ്ററി ബ്രെഡ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട കയറിയതായിരുന്നു. അപ്പം ആ ഷോപ്പിൽ ഓരോന്നിനും ഓരോ സെക്ഷനിലായിട്ടാണ് ഉള്ളത്. പിസ്സ വേറെ, ബർഗർ വേറെ, അങ്ങനെ ഓരോന്ന് സെക്ഷൻസ് ആയിട്ട്. ഇപ്പം ഇത് വെജിറ്റബിൾ, എന്ത് വൃത്തിയുള്ള മൊഞ്ചുള്ള വെജിറ്റബിൾ, ഇങ്ങനത്തെ വെജിറ്റബിൾ എവിടെയും കിട്ടുമോ? 10 കിലോ നോക്കിയോ. കുറേയൊക്കെ ഇവിടെ നിന്ന് തന്നെ ഹാർവെസ്റ്റിംഗ് ആണ്. മുന്തിരി, ആപ്പിളൊക്കെ ഇവിടുത്തെ തന്നെ ഹാർവെസ്റ്റിംഗ് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഏതോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഉടനെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് വെള്ളം വാങ്ങാൻ വേണ്ടിച്ചാൽ, വെള്ളം മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. എരിവൻ നാച്ചുറൽ മോഡലിനും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ ജോർജിയയിലേക്ക് പോയി. ഇവിടുന്ന് ഇനി 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് ജോർജിയ ബോർഡർ എത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ബോർഡറിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന വേ ആണ്. നിങ്ങൾ ഈ നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള പ്ലേസാണ് ഈ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളതൊന്ന് എൻജോയ് ചെയ്തിട്ട് വാ.
ഇതാണ് അർമേനിയ ബോർഡർ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നില്ല. ഇനി ഇവിടെ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സിറ്റ് അടിക്കണം. എന്നിട്ട് അതിന് ശേഷം ഒരു ബ്രിഡ്ജ് കഴിഞ്ഞാൽ ജോർജിയ ബോർഡർ എത്തും. അവിടെ നിന്ന് എൻട്രി അടിക്കണം. ഞാനിപ്പം കയറിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം അർമേനിയ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി മെല്ലെ ജോർജിയ ബോർഡറിലെത്തണം. അവിടെ നിന്നിട്ട് എൻട്രി അടിക്കണം. UAE റെസിഡൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ഓൺ അറൈവൽ എടുക്കാനും എക്സിറ്റ് അടിക്കാനെല്ലാം. വിസ എടുത്ത് നമ്മൾ പോകുന്നതാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം വിസ എടുക്കണം. കാരണം സിംഗിൾ എൻട്രി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ അർമേനിയയിൽ നിന്ന് ജോർജിയയിലേക്ക് പോകുന്നതാണ്. ഒരു പാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടിരിക്കുന്നത്. ഇവിടെ ഈ പാലം ക്രോസ് ചെയ്തിട്ട് അപ്പുറം കിടന്നാൽ നമ്മൾ ജോർജിയ ഇമിഗ്രേഷൻ എത്തി. വരുമ്പം നമുക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ക്യാമറ ഓൺ ആക്കുമ്പം തന്നെ അവർ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സെക്യൂരിറ്റി റീസൺ കാരണം അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ജോർജിയ ബോർഡറിൽ പോകുമ്പോൾ നമ്മളെ ലഗേജ് എടുക്കണം, പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, പിന്നെ അവിടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുൾ ചെക്കിങ് ചെയ്തിട്ടാണ് അവർ നെക്സ്റ്റ് വിസ നമുക്ക് അടിച്ചു തരുള്ളൂ. ചിലപ്പം ട്രാവൽ ഇൻഷുറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ജോർജിയ എയർപോർട്ടിൽ നിന്ന് നമ്മളോട് ട്രാവൽ ഇൻഷുറൻസ് ചോദിച്ചിട്ടില്ല അവർ. ദുബായിൽ നിന്ന് കയറുമ്പോൾ ചോദിച്ചു. ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇനിയിപ്പം അറൗണ്ട് ഒരു 2 മണിക്കൂർ എടുക്കും തിബ്ലിസി സിറ്റിയിലെത്താൻ. അവിടെ നിന്ന് നമ്മളൊരു 5 to 10 minutes മാത്രമേ നമ്മളെ ഹോട്ടലിലേക്കുള്ളൂ. ഹോട്ടലിലേക്ക് ഡയറക്റ്റ് പോയി ചെക്ക് ഇൻ ചെയ്ത് പിന്നെ നൈറ്റ് ആകുമ്പോൾ ഒന്ന് ഞങ്ങൾ പുറത്തിറങ്ങും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ടൗണിൽ വന്നിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ടൗണിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഫസ്റ്റ് ഡേ അങ്ങനെയായിരുന്നു. അപ്പം ടൗണിൽ വന്നാൽ നമുക്ക് കുറച്ച് ഏരിയാസൊക്കെ കാണാൻ പറ്റും. രാത്രിയാണ് തിബ്ലിസി സിറ്റി കാണാൻ കുറച്ചും കൂടി ഭംഗി. അപ്പം രാത്രി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് ഡേ കഴിയും. ഇൻഷാല്ലാ ഇനി ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവുക ചെയ്യുന്നത്. ഈ ഏരിയയിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഇന്ത്യൻ ഫുഡ് ഇല്ല. നമ്മുടെ ടൗണിൽ ഇപ്പം ഗൂഗിളിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടു, മഹാരാജാസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. ബസ്സൊക്കെ ദുബായിലുള്ള ബസ് പോലെ തന്നെ പഞ്ചിങ് ഉണ്ട്. ഇറങ്ങിപ്പോകുമ്പം ചെക്കൗട്ട് ചെയ്തിട്ട് പോകണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ടൗണൊക്കെ കറങ്ങി മെല്ലെ ഇങ്ങോട്ടേക്ക് വരാം. ഇപ്പോൾ ഇവിടെ 9 മണിയാവാനായിട്ടുണ്ട്. ബസ് ചുറ്റി വളച്ചിട്ടല്ല എങ്ങനെയല്ലോ പോകുന്നത്. ഇതിൻ്റെ മേലിൽ എഴുതിയതും എന്തല്ലോ നമ്മളിപ്പം ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഏതോ ഭാഷ, തിബ്ലിസി ഭാഷയായിരിക്കും, നമുക്കറിയാത്തത് കൊണ്ട് മാപ്പിൽ അങ്ങനെ പോകുന്നുണ്ട്. സ്റ്റോപ്പൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് തിബ്ലിസി ലാംഗ്വേജ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെ പാവം ഗൂഗിൾ മാപ്പിനോട് ചോദിക്കുന്നു എവിടെ എത്തിയെന്ന്. ഇതിപ്പോൾ നമുക്കിപ്പോൾ 2 ദിവസം ആയപ്പം തന്നെ ഇത് നാട് പോലെ തന്നെയായി. രാത്രി ഇറങ്ങുക, പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, കറങ്ങുക, തിരിച്ചു വരിക, ആ ഒരു രീതിയിലായി. ഇപ്പം സേഫ് കൺട്രിയാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ സിറ്റിയിലോട്ടും കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട് സ്റ്റേ ചെയ്യണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ട്രാഫിക് കുറഞ്ഞ ഒരു ഏരിയ ആണിത്. ഞാനിപ്പോൾ ഇതിൽ കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു പാക്കേജ് എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിറ്റിയിൽ പോയാൽ നമുക്ക് ഇത് എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകാനേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്നാന്ന് സിറ്റി പോയപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇന്ന് അവിടെ ഒരു ഡയമണ്ട് ബ്രിഡ്ജ് ഉണ്ട്, അത് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു 6 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് കഴിയും ആക്ടിവിറ്റീസൊക്കെ. എന്നിട്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ നാളെ രാവിലെ തൊട്ടില്ല നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറും, അല്ലെങ്കിൽ നാളെ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. മറ്റന്നാൾ ഈവനിങ് ആണ് നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പം അപ്പോഴേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന പ്ലേസ് മാക്സിമം കവർ ചെയ്തിട്ട് പോകണം എന്നാണ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന് ഒരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ടൗൺ എത്തും. കണ്ടോ, ടൗണിൽ കംപ്ലീറ്റ് ഇത് ഹോട്ടൽസ് ഉണ്ട്. ജോർജിയൻ ക്രുസൈനും അതുപോലെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഫുഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ കുഴപ്പമില്ല. ഗാർലിക് റൈസും അതുപോലെ വേറെ എന്തൊക്കെയോ ഗാർലിക് ചിക്കൻ കറിയും പിന്നെ തന്തൂരി, ബട്ടർ നാൻ അങ്ങനത്തെയൊക്കെ കഴിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ഫുഡ്. നമുക്ക് വായിക്ക് അത്ര വലിയ ടേസ്റ്റൊന്നും പിടിച്ചില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിപ്പം ടൗൺ എത്തി. ടൗണിൽ നിന്ന് ഇനി കുറച്ചും കൂടിയും പോകണം തോന്നുന്നു ആ ഹോട്ടലിലേക്ക്. മാപ്പ് വെച്ച് കണ്ടിന്യൂ. പിന്നെ ഇവിടെ വേറെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്. ഒരു മലയാളീൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷെ അത് ദൂരെ അങ്ങോട്ടും ആണ്. കുറേ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഗൂഗിള് പറഞ്ഞു തന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ അടുത്തുള്ള മഹാരാജാസിൽ പോയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫുഡാണ് മെയിൻ പ്രശ്നം. എല്ലാ ടൈപ്പ് ഫുഡ് പിടിക്കുന്നതാകും പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്താ പറയുക, ഇത് വലിയ ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞ ഡയമണ്ട് ബ്രിഡ്ജില്ലേ, അതാണ് അതിൻ്റെ ഫ്രെയിമാണ് ഈ കാണിക്കുന്നത്. എടുത്തു. ഇതിപ്പോൾ ഓപ്പൺ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് അവിടെ ഓപ്പൺ ആണെങ്കിൽ ഡയമണ്ട് ബ്രിഡ്ജിലേക്ക് പോകും. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ജോർജിയ തിബിലിസി സിറ്റിയാണ് വന്നിട്ട്. ഫുൾ തിബിലിസി സിറ്റി. നൈറ്റാണ് ഇതിൻ്റെ വ്യൂ കാണാൻ കുറച്ചും കൂടി രസം. രാവിലത്തിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ളത് നൈറ്റാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ചതിച്ചു. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. മാപ്പ് ചതിച്ചു ഗൈസ്. ബസ്സിൽ നിന്ന് ഇറങ്ങി. ഹായ് ഹായ് ഹായ്. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങി ഇനി തിരിച്ച് റെസ്റ്റോറൻറ്റ് തപ്പി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. നമ്മളിപ്പോൾ ബസ് ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഫുള്ള് റോഡെല്ലാം സ്ലിപ്പാന്ന്. കല്ലെല്ലാം ഇട്ട് നല്ല മൊഞ്ചാക്കിയ റോഡ് കണ്ട. റോഡ് സ്ലിപ്പാവുന്നുണ്ട്. ഇവിടുത്തെ സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് സാധാരണ പാക്കേജിൽ കൊണ്ടുപോകുന്നതെല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ളതാണ്. കേബിൾ കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിഡ്ജ്, അതെല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. അപ്പം ഇപ്പം നമ്മൾ വന്ന ഇതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ബാക്കിയുള്ള സ്ഥലത്തേക്ക് പാക്കേജ് എടുക്കാം. പക്ഷെ സിറ്റി ടൂറ് കവർ ചെയ്യേണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് നേരെ സിറ്റിയിലേക്ക് വരുക. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പോവുക. നമുക്ക് തന്നെ എല്ലാം കവർ ചെയ്യാൻ പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയല്ലോ, മഹാരാജാസ് റെസ്റ്റോറൻറ്റ്. പോയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കാം. ഫുഡ് കഴിക്കാൻ വന്നാൽ വേറെ എന്തോ സംഭവം മാതിരി നമ്മളിങ്ങനെ വിളിച്ചു കൊണ്ടുപോകും. ഇന്ന റെസ്റ്റോറൻറ്റിൽ കയറാം, ഇന്നയിൽ കയറാം, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ ഇയാൾ താഴത്തുനിന്ന് കണ്ടിട്ട് മഹാരാജാസിലേക്ക് കൊണ്ടുപോകാം. മഹാരാജാസ് പാലസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ ഫുഡ് കഴിക്കാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്മെല്ലെല്ലാം ഉണ്ട്. നോക്കാം. പുറമേ കാണുമ്പോൾ ഭയങ്കര കുഞ്ഞ് റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഫുൾ ഡൈനിങ്ങും ഫാമിലീസാണ് കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നു കംപ്ലീറ്റ് ഉള്ളത്. അവരുടെ ടൈപ്പ് ഫുഡായിരിക്കും. എന്തെല്ലാം മെനുവിലുള്ള കുറേ മെനു ഒക്കെ ഉണ്ട്. അവരെ ചിക്കൻ തിക്ക മസാല അവരെ സിഗ്നേച്ചർ ഐറ്റം പോലും. ബട്ടർ നാൻ. വേറെ എന്താ നമ്മൾ പറഞ്ഞ ഗാർലിക് നാൻ. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ഓക്കെ ഫുഡ്. പേരിലുള്ള ഹൈപ്പും ഇല്ല. മഹാരാജാസ് ഇന്ത്യൻ എന്ന റെസ്റ്റോറൻറ്റോ അങ്ങനെ അതിന് പേരിനുള്ള ഹൈപ്പില്ല. ഒരു കുഴപ്പമില്ലാത്ത ഫുഡ് അത്ര തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി നടന്ന് എന്താ ബ്രിഡ്ജ് ഓഫ് പീസാ അതിൻ്റെ പേരെന്തേനും? നമ്മൾ ഈ ബസ്സിൽ വരുമ്പോൾ ഒരു സംഭവം കണ്ടിട്ടില്ലേ, വളഞ്ഞ പോലത്തെ ഒരു ബ്രിഡ്ജ്, കുറച്ച് ലൈറ്റൊക്കെ ഉള്ള. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നമ്മളെ മാപ്പ് വെച്ച് നടന്നു പോകാം. മാപ്പുള്ളത് വലിയ ഉപകാരമാണ് കേട്ടോ. ഇവിടെ നല്ല നടന്നിങ്ങനെ പോകാൻ. നമുക്കിനി ഇവിടെ നിന്ന് ഇനി 5 minutes വാക്ക് എങ്ങാനേ ഉള്ളൂ ആ ബ്രിഡ്ജിലേക്ക്. നടുക്ക് നമ്മളിങ്ങനെ കടിയും പിടിയിൽ നോക്കി ഇതിലോട്ട് പോവാം. ഇവിടെ അല്ലേ, ഇവിടെ നടക്കുന്ന അടുത്തത്തിലെല്ലാം പാക്കേജ് വേണോ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു 2.5 kilometer ഗുദേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് മൗണ്ടെയിൻ ഏരിയ ആണ്, ഗുദേരി കസ്ബക്കി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഇയാൾ ടൂറ് വേണോ ഗുദേരിയിലേക്ക്, പക്ഷേ അവിടെ സ്റ്റേ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, 1 day എല്ലാവരും കൊണ്ടുപോയിട്ട് വിടുന്നുണ്ട്, അതുപോലെ ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ ചെയ്തു തന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. ആളാരെയോ ഫോണെല്ലാം വിളിക്കുന്നത്. ഫോൺ വിളിച്ച് ഇനി സംസാരിച്ച് എത്ര റേറ്റ് ആവും നോക്കാം. ഓക്കെ, പ്രൈവറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഗ്രൂപ്പ് ടൂറും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഗ്രൂപ്പായിട്ടും അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ടൂറും ഉണ്ട്, ഒക്കെ ഉണ്ട്.
അപ്പം നമ്മൾ പ്രൈവറ്റ് സെദാൻ കാറോ അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും കാറ് മതി എന്ന് പറഞ്ഞു. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രീതിയിൽ. അപ്പോൾ ആൾ ഡിസ്കസ് ചെയ്തിട്ട് എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മൾ പറഞ്ഞ പൈസക്ക് അയാൾ തരൂല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നടന്നിട്ട് പോകുന്ന വഴിക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവും, അവരോട് ചോദിച്ചു നോക്കാം. അവരിങ്ങോട്ട് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് ടൂറ് വേണോ എന്നുള്ള രീതിയിൽ. നമുക്ക് ചിലപ്പോൾ അവിടെയൊക്കെ ഗൈഡ് ഉണ്ടാവും. ഇവിടെ പ്രൈവറ്റായിട്ട് ഇവർ വൺ ഡേ ട്രിപ്പ് കൊടുക്കുന്നുണ്ട്. മോസ്റ്റ്ലി UAE വരുന്ന ആൾക്കാരൊക്കെ 4 nights and 5 days എന്നുള്ള പാക്കേജിൽ കംപ്ലീറ്റ് ടൂറും കവർ ചെയ്യുന്ന രീതിയിലാണ് എടുക്കുക. കണ്ടോ, ഇത് സിറ്റിയിലൊരു വൈബാണ്. ശരിക്കും ദുബായ് ഒക്കെ പോലെ തന്നെ നല്ല ഏരിയ ഉണ്ട്, എന്നാൽ തീരെ വൃത്തിയില്ലാത്ത ഏരിയ ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അതെല്ലാ നാട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. വൃത്തിയുള്ളതും ഉണ്ടാവും, വൃത്തിയില്ലാത്തതും ഉണ്ടാവും. ഇതെന്താ മാലയോ ഡയമണ്ടോ എന്താ സംഭവം? എന്തല്ലോ ജ്വല്ലറി. നമ്മൾ നടന്ന് ബ്രിഡ്ജ് കണ്ടെത്തി. ഇവിടുന്ന് കുറച്ചും കൂടി നടന്ന ബ്രിഡ്ജ് എത്തി. വഴി ഏതാ തന്നെയാ. പിന്നെ കുറച്ചും കൂടി പോയ ബ്രിഡ്ജ് എത്തി. അവിടെ എന്തോ ഒരു കഫേ പോലത്തെ എന്തോ സാധനം ഉണ്ട്. നമുക്ക് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. ഓരോ ഷോപ്പ് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട്. ഒന്നാമത് ഇവരെല്ലാ സംഭവങ്ങളും കല്ല് വെച്ചിട്ടുള്ള ഇതാ. നമ്മളെ നാട്ടിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പം പോലെ ആക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് കല്ലുകൊണ്ടാണ് ഇവരെ പണിത്തരം കംപ്ലീറ്റ്. അങ്ങനെ നമ്മൾ നടന്ന് ബ്രിഡ്ജ് ഓഫ് പീസിലെത്തി. കുറച്ചും കൂടി ഇനി അതിലൂടെ ചുറ്റി പോകണം, എന്നിട്ടാ ബ്രിഡ്ജിൻ്റെ മേലെ കയറണം. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോയിന്. നല്ല രസമില്ലേ കാണാൻ. നമ്മൾ നോക്കി ആ ഡയമണ്ട് ബ്രിഡ്ജിലെ വരുമ്പം കാണിച്ചത് അത് ഇവിടുന്ന് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് പോയാൽ അവിടത്തേക്കുള്ള എൻട്രി ക്ലോസ്ഡാണ്. നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടത്തേക്കുള്ള എൻട്രി ക്ലോസ്ഡാണെന്നാണ് പറഞ്ഞത്. അതിനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളും കൂടി ഉണ്ട് നമുക്കിവിടെ. അങ്ങനെ പോയി കവർ ചെയ്യാം. ഇപ്പം ഇത് നമുക്ക് കവർ ചെയ്യാം. ഇനി ഇതിൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കാം. നമ്മളിതാ ബ്രിഡ്ജ് ഓഫ് പീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇതില്ലേ, പകല് വന്നാൽ ഇത്ര രസം തോന്നിക്കില്ല. രാത്രി തന്നെ വരണം ഇതിൻ്റെ മേലിൽ. ഹോട്ട് എയർ ബലൂൺ അതൊന്നും മേലിൽ കണ്ടു. ഇതിപ്പോൾ താഴത്തിറങ്ങുക. ആ ഹോട്ട് എയർ ബലൂൺ താഴത്തേക്ക് വരുന്ന നേരത്തെ കാണിച്ചത്. താഴത്ത് വന്ന് അവിടെ എവിടെയോ ഒരു പോയിന്റ് ഉണ്ട് തോന്നുന്നു. താഴത്തെത്തി. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജ് കയറി റൂമിലേക്ക് തിരിച്ചു പോവാം. ഇതിൻ്റെ അടുത്തുള്ള പ്ലേസസ് ഒക്കെ ഇപ്പോൾ അറൗണ്ട് 10:30 ആയിട്ടുണ്ട്. എല്ലാം ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം ഒന്നിക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മൾ വന്നിട്ട് കവർ ചെയ്യും. ഇപ്പം കുറച്ചും കൂടി രാത്രി കാണാൻ കുറച്ചും കൂടി ഭംഗി കൂടുതൽ. കാരണം ലൈറ്റൊക്കെ ഇട്ട് അതൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയുള്ളത്. എന്തായാലും സമയം നോക്കിയിട്ട് നമ്മൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കവർ ചെയ്തിട്ട് പോകും. അപ്പം ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അതാകുമ്പോൾ ഇടയ്ക്കിടെ ഞാൻ നോട്ടിഫിക്കേഷൻ വഴി വന്നോളൂ നിങ്ങൾക്ക്. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ.